ഇനി കാർട്ടൂൺ മാറ്റി ഇത് വാർത്ത വെച്ചേ. ആ മഴയുണ്ടല്ലോ, ചുമ്മാ തന്നെ കറണ്ട് പോയത്. പക്ഷെ ഈ ലൈനിലൊന്നും പോയിട്ടില്ല കേട്ടോ, നമ്മുടെ ഈ ഏരിയയിലൊന്നും പോയില്ല. നല്ല പരിപാടിയാ. ഒരു മുറ്റോ നമ്മുടെ വീടുകൾ തമ്മില്, എന്നിട്ടാണെങ്കിലേ രണ്ട് വീടിന് രണ്ട് ലൈനായിട്ട്. സമയത്ത് രാത്രി 8:30 എടി പുറത്ത് നല്ല മഴയൊന്നുമില്ല. ഞങ്ങൾ TV കണ്ടിരുന്നോണ്ട് അറിഞ്ഞില്ല. എടി അതിപ്പോഴാ മഴ കൂടിയത്. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ അത്ര മഴയില്ല, ചാർന്നേ ഉള്ളായിരുന്നു. ഇപ്പോഴാണ് തോന്നുന്നു നല്ല മഴയത്. അമ്മണിമോള് വല്ല കഴിച്ചോ? ആ ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോ എന്തായാലും ഭാഗ്യത്തിന് കറണ്ട് പോയത്. പക്ഷെ ചായ ഒന്നും കുടിച്ചില്ല. അയ്യോ ചായ കുടിച്ചില്ലെങ്കിൽ നമ്മൾ ശാരദയോട് പറയാം ചായ ഇട്ടുതരാന്. ശാരദേ ഇങ്ങോട്ട് വന്നേ. ആ വിളിച്ചോ അമ്മേ. ആഹാ അമ്മണി വന്നോ? അയ്യോ ഈ മഴയത്ത് മോൾ എങ്ങനെയാന്ന്? ഞാൻ മഴയത്ത് മുമ്പ് വന്നായിരുന്നു ആന്റി, 5 മിനിറ്റ് മുമ്പ് വന്നതാ. ശാരദ നീ ചായ ഇടുക, അമ്മണിക്ക് ചായ കൊടുക്കാം. അമ്മണിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് വേണം ചായ. എനിക്ക് ബൂസ്റ്റ്. ആഹാ ഇതിപ്പോ കൊറേ ആയില്ലോ. അയ്യോ എനിക്ക് വേണ്ടായിരുന്നു ആന്റി. കുടിക്ക് മോള് ചായ കുടിക്കാതല്ലേ വന്നത്? അയ്യോ ഇവിടുത്തെ കറണ്ട് പോയല്ലോ. അയ്യോ ഇനിയിപ്പോ എങ്ങനെ ചായ ഇടും? എത്ര നാളോണ്ട് പറയാം അമ്മയോട് ഇൻവെർട്ടർ വാങ്ങിക്കാൻ. ഇൻവെർട്ടർ വാങ്ങിച്ചാൽ ഇവിടെ കറണ്ട് പോകായിരുന്നു. ഞാൻ അമ്മയോട് കുറെ നാളോണ്ട് പറയാം ഇൻവെർട്ടർ വാങ്ങിക്കാൻ. ഇനി എപ്പോ വരും അറിയത്തില്ലല്ലോ കറണ്ട്. അയ്യോ അടുക്കള ഏതാണ്ട് പറഞ്ഞു വരുന്ന സൗണ്ട്. ദൈവമേ പൂച്ച വല്ല വന്നു. നീ ഓ എനിക്കിനി ഇരുട്ടത്ത് അങ്ങോട്ടൊക്കെ പോകാൻ. ഇനി കറണ്ട് വരട്ടെ എന്നിട്ട് പോവാം അങ്ങോട്ട്. ഞാൻ ഇവിടെ അങ്ങനെ നിൽക്കാൻ പോവാ. അമ്മണിമോള് കയറി ഇരിക്കുക, കുറെ നേരം കൊണ്ട് നിൽക്കുകയല്ലേ വന്നിട്ട്. അമ്മയൊക്കെ എന്തിയാ മോളെ? അമ്മയച്ഛനുണ്ട് വീട്ടില്. ശാന്ത ബ്യൂട്ടി പാർലറിൽ വന്നോ മോളെ? അയ്യോ ഞാനിപ്പോ നോക്കിയില്ലെങ്കിൽ അവിടുത്തെ പാത്രം മൊത്തം നിന്ന് പൊട്ടിക്കാൻ തോന്നുന്നു. എന്ത് വന്നിത് സൗണ്ട് കേൾക്കുന്നേ? ഒരു പ്രാവശ്യം വരെ വീണാ അത് കുഴപ്പമില്ല. എന്ത് പണി ദിനത്തരം കേൾക്കുന്നേ? ഞാൻ ഇതിനെ പോയി നോക്കിട്ടെ. ആ ദോ ടോർച്ച് അടിക്കുന്ന പോലെ ടോർച്ച് എടുത്തരാ. നീ കണ്ടില്ലേ ഇതാ ടിവിയുടെ ഫ്രണ്ട് ഇരിക്കുന്നത്? മഴ ശക്തമായി കേട്ടോ, ഭയങ്കര മഴ കൂടിയല്ലോ. വെള്ളപ്പൊക്കം ഉണ്ടാവും തോന്നുന്നു മിക്കവാറും. ആ മഴ തോർന്നു തോന്നുന്നു കേട്ടോ. എന്താ 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 അവിടെ ശാരദ? എന്താ അവിടെ? എന്തുവാ ശാരദ കാര്യം പറ. അമ്മ ഫ്രിഡ്ജിന്റെ അടിയിലാക്കി 2 കാല് കണ്ടു ഞങ്ങള്. അയ്യോ എനിക്ക് പേടിയാവുന്നു അടുക്കളയിലോട്ട് പോവാന്. പോയി നോക്കാൻ പേടിയാവുന്നു. വല്ല നമ്മള് ചെയ്താ എന്ത് ചെയ്യും? എന്തായാലും അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റത്തില്ലല്ലോ. നമ്മള് പെണ്ണുങ്ങളായാലും നമുക്ക് പ്രതികരിക്കാൻ അറിയാം, അവന്മാർക്ക് അറിയണം. നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ. ഒന്നുകൂടെ നമുക്ക് പോയി നോക്കാം എല്ലാവർക്കും കൂടെ അടുക്കളയിലോട്ട്. അമ്മ എങ്ങനെ പോകും? എന്താ ഏഞ്ചർ അമ്മ എങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകും? നമ്മളെ വല്ല ഉപദ്രവിച്ച് എന്ത് ചെയ്യും? ഇനി അതല്ലേ പറഞ്ഞത്, നമ്മൾ ഇത്രയും പേര് നമുക്ക് ഇത്രയും പേർക്കൂടെ ഒന്നിച്ചു പോവാം. കുട്ടവും മാത്രം വേണമെങ്കിൽ ഇവിടെ നിന്നോട്ടെ. പോയി നോക്കുന്നതിന് ഞാൻ ആദ്യം ചേട്ടനെ വിളിച്ച് പറയട്ടെ. ചേട്ടൻ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയാൽ മതി. നമുക്ക് എന്ത് ചെയ്യാനാന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരന്റെ വീട് എന്നിട്ട് കള്ളന്മാർ കയറി വന്നിരിക്കുന്നു. ചേട്ടൻ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. നോക്കട്ടെ. ഇല്ലില്ല കിട്ടുന്നില്ല. എനിക്ക് റേഞ്ച് ഒന്നും ഇല്ലാത്ത സ്ഥലത്തെ കണ്ടാ തോന്നിക്കുന്നേ. വാ എന്തായാലും നമുക്ക് പോയി നോക്കാം. അയ്യോ അടുക്കളയായിരുന്നു ഫ്രിഡ്ജ് എങ്ങനെ ഇവിടെ വന്നത്? ആ കള്ളം എല്ലാം തള്ളി തെറ്റിക്കൊണ്ട് വന്നതാണോ? നിങ്ങൾ അങ്ങോട്ട് നോക്കി, ഈ കാലിന്റെ അവിടെ നോക്ക്. ആ ഫ്രിഡ്ജിന്റെ താഴെ കണ്ടോ കാല് 2 എണ്ണം? അപ്പൊ ഇത് കള്ളൊന്നും അല്ലല്ലോ. ഈ ഫ്രിഡ്ജിന്റെ തല നോക്കിക്കേ, ഒട്ടകത്തിന്റെ തലയാണല്ലോ. ഞാൻ ചൂടെടുത്ത് ഉരുകുമായിരുന്നു. തണുത്തിരിക്കണ്ട ഞാനാ ചൂടെടുത്ത് ഉരുകിയത്. അങ്ങനെ ഞാനാണെങ്കിലേ ഇവിടെ വന്നതാ ഇച്ചിരി തണുപ്പ് കൊള്ളാൻ വേണ്ടിട്ട്. അപ്പൊ ദേ ഇവിടെ നല്ല മഴ, നല്ല സുഖം. പക്ഷെ ഈ മഴ അപ്പോഴേക്ക് നിന്നു പോയല്ലോ. പിന്നല്ലയോ തോണ്ട ആ ഫ്രിഡ്ജിന്റെ നടുക്കൂടെ തുളയിട്ടല്ലയോ തോണ്ട അത് തലയിട്ട് വെച്ചേക്കുന്നത്. എന്തായാലും ഇവിടെ വന്ന് കുറച്ച് തണുപ്പ് കിട്ടി. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്തുവാ, ഇവിടെ കറണ്ട് ഇല്ലല്ലോ. ഇനി ഈ ഫ്രിഡ്ജ് ഓൺ ആവത്തില്ല ഈ കറണ്ട് ഇല്ലാതെ. അതുകൊണ്ട് തിരിച്ചങ്ങ് പോകാം. അയ്യോ നിങ്ങളത് ദൈവത്തെ ഓർത്തത് പോയിത്താ. ഞങ്ങളെ ഉപദ്രവിക്കല്ലേ. പക്ഷെ ഞങ്ങളെ ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ട് പോകണം. ഞങ്ങളെ ഫ്രിഡ്ജും കൊണ്ട് പോയി കളയരുത്. എത്ര രൂപ കൊടുത്ത് വാങ്ങിച്ച ഫ്രിഡ്ജ് എന്നറിയോ? അത് 35,000 രൂപയ്ക്ക് വാങ്ങിച്ച ഫ്രിഡ്ജ്. അത് ഞാൻ അതിന് ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്, നിങ്ങളെ കൂടെ അല്ലേ കൊണ്ടുപോകുന്നേ. നിങ്ങളെ എല്ലാരും ഞാൻ കൊണ്ടുപോവാ എന്റെ നാട്ടിലേക്ക്. വായോ വായോ ഇങ്ങോട്ട് വായോ. എങ്ങനുണ്ട് എന്റെ നാട്? എന്റെ ദൈവമേ ശാരദ, നമ്മളിത് എവിടെ അടിയത്തിയത്? പരിഭൂമിയല്ലേ?
നമ്മൾ ഈ ഫ്രിഗോ ക്യാമറ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ല പിന്നെ ആരാ? ഒറ്റ അനങ്ങരുത്, ഇവിടെ തന്നെ നിന്നോണം. ഞാൻ പോയി എന്റെ കൂട്ടാളികളെ വിളിച്ചോണ്ട് വരട്ടെ. എടി ഈ സമയം കൊണ്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാൻ മാർഗമുണ്ടോ? എങ്ങോട്ട് പോവാൻ അമ്മേ? അങ്ങോട്ടായിട്ട് നോക്കി കഴിഞ്ഞാൽ ചുറ്റിനും വന്നെങ്കിൽ എന്റെ മണലാരണ്യോ. നമ്മൾ എങ്ങോട്ട് പോകും? നമുക്ക് ഈ സ്ഥലമൊന്നും അറിയത്തില്ലല്ലോ. പിന്നെ എങ്ങനെ നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടാനാ? ഫ്രീയോ ക്യാമറ ഇപ്പൊ കൂട്ടാളികളെ കൊണ്ട് വരും. ഒരുപാട് ഫ്രീയോ ക്യാമറ കാണുമായിരിക്കും. എല്ലാം കൂടെ നമ്മളെ വാക്ക് വരുത്തും. അയ്യോ ഒരുപാട് ഫ്രീയോ ക്യാമറ. എല്ലാരും ഇങ്ങനെ എത്തിക്കഴിഞ്ഞല്ലോ. ഇവറ്റകളെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിന്റെ പുറത്ത് കയറ്റി വെക്കാം. ഫ്രീയോ നമ്മളെന്തിനാ ഫ്രിഡ്ജിന്റെ പുറത്ത് വരുന്നേ? നിന്നെയൊക്കെ ഞങ്ങൾ ദൂരെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോവാ. അതാ ഞങ്ങളുടെ താവളം. ആ താവളത്തിലോട്ട് കൊണ്ടിടാൻ വേണ്ടിട്ടാ നിന്നെയൊക്കെ. ഞങ്ങളുടെ പുറത്ത് കയറും. അയ്യോ തോണ്ടൊക്കെ ഇങ്ങോട്ട് ഫ്രിഡ്ജിന്റെ മുകളിൽ കയറി. ബാക്കിയുള്ളവരും കയറുന്നോ അതോ ഞങ്ങൾ ഇനി ബലപ്രയോഗം നടത്തണോ? അയ്യോ കയറിക്കോളാം. ആ അങ്ങനെ മര്യാദക്ക് വാ എല്ലാരും. ഓ ഇവറ്റകളെ കൊണ്ട് നടന്ന് ക്ഷീണിച്ചല്ലോ. അതെ അതെ, ഫ്രിഡ്ജിന്റെ മുകളിൽ വെയിറ്റ് വെക്കരുതെന്നാ സാധാരണ പറയാറുള്ളത്. അയ്യോ ഇത് കേടായെന്ന് തോന്നുന്നു എന്റെ ഫ്രിഡ്ജ്. എടാ എന്നാ പിന്നെ നീ ഒന്നും നോക്കണ്ട, നേരെ സർവീസ് സെന്ററിലോട്ട് വിട്ടോ. അവിടെ ചെന്ന് സർവീസ് ചെയ്യാൻ നോക്ക്. ശരിയടാ, നിങ്ങൾ ഇനി ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ. ഓ ഭാഗ്യം, ആ ഫ്രിഡ്ജ് ഒഴിഞ്ഞു പോയി. എന്തായാലും ശല്യം. അയ്യോ ആന്റി രക്ഷപ്പെട്ടെന്നേലും. ആന്റി എങ്ങനെ രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റും മോളെ? നമ്മളെല്ലാരും ഇവിടെ തന്നെ പെട്ട് കിടക്കില്ലേ? അയ്യോ എന്റെ കാര്യം അടിച്ചു പോയെന്ന് തോന്നുന്നു. അയ്യോ എന്റെ എഞ്ചിൻ എന്തോ ഒരു പ്രോബ്ലം. എന്നാ നീ പോടാ, സർവീസ് സെന്ററിലോട്ട് നേരെ നീ വിട്ടോ. ഓ അങ്ങനെ ഞാനും ഫ്രീ ആയി. ഓ ഞങ്ങൾ ഇനി എങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇവന്മാര്? ഓ എന്റെ കാര്യം അടിച്ചു പോയേ. അയ്യോ എടാ എന്നെ അടിച്ചു പോയടാ. അയ്യോ നിന്റെ പോയോ? അയ്യോ നമ്മുടെ എല്ലാവരും എഞ്ചിന് കംപ്ലൈന്റ് ആയടാ. ഇവരെല്ലാം പിടിച്ച് കയറ്റി പോകുന്നുണ്ട്. ഫ്രിഡ്ജിന്റെ മുകളിൽ അങ്ങനെ വെയിറ്റ് ഒന്നും വെക്കാൻ പാടില്ലാത്തതാ. ഒരു കാര്യം ചെയ്യും, നമുക്ക് എല്ലാവർക്കും സർവീസ് സെന്ററിലോട്ട് വെക്കാം. അങ്ങോട്ട് പോകാം നമുക്ക്. നീയൊക്കെ ഇവിടെ നിന്നോണം. ഞങ്ങൾ നമ്മുടെ സർവീസ് സെന്ററിൽ പോയി ഇപ്പൊ സർവീസ് ചെയ്തുകൊണ്ട് വരും. മര്യാദയ്ക്ക് ഇവിടെ നിന്നോണം. ഓ എന്റെ നടു എപ്പോഴാണ് നിവർത്തിയത്? ആ ഫ്രിഡ്ജിന്റെ പുറത്തിരുന്ന് എനിക്ക് ഭയങ്കര നടുവേദന. ആന്റി അങ്ങോട്ട് നോക്കിയാ കുറെ കള്ളിമുൾച്ചെടി നിൽക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ ഇടയ്ക്ക് കയറി ഒളിച്ചിരുന്നാലോ? ആ ശരിയാ, അവന്മാര് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ കള്ളിമുളിച്ചിട്ട് ഇടയ്ക്കങ്ങനെ കയറി ഒളിച്ചിരിക്കാം. എത്ര നേരം ഒന്ന് വെച്ചാ അമ്മേ നമ്മൾ അവിടെ കയറി ഒളിച്ചിരിക്കുന്നത്? നമ്മൾ എന്തായാലും ഈ മരുഭൂമി ഒന്ന് പെട്ടുപോയപ്പോയില്ലേ, പിന്നെ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. അയ്യോ നിങ്ങൾ അങ്ങോട്ട് നോക്കി ദൂരോട്ട്. ദാ അതുവഴി ഒരു വണ്ടി പോകുന്നു. അയ്യോ ശരിയാ മോളെ, എന്തോ വണ്ടി പോകുന്നുണ്ട്. അപ്പൊ ഇതുവഴി വണ്ടിയൊക്കെ പോകുന്ന സ്ഥലമല്ലേ? ദാ ആ കാണുന്ന റോഡാ. ചേച്ചി ദൂരെ വേറൊരു വണ്ടി വരുന്നു. പെട്ടെന്ന് ഓടി പോയി കൈ കാണിക്കാം. ശരി ഓടിച്ചെല്ലാവരും. Adoro saudade de mojudo badasri. O de അയ്യോ നമ്മൾ ഇനി എങ്ങനെ ഇതിനൊക്കെ പറഞ്ഞു മനസ്സിലാക്കും? ഓ മൊത്തം അറബിയാ തന്നെ സംസാരിക്കുന്നേ. നമ്മളെല്ലാവരുടെ വണ്ടി കൈ കാണിച്ചപ്പോഴത്തേക്ക് അയാൾ നിർത്തിയല്ലോ. അതെങ്കിലും ഒരു ആശ്വാസമായിരുന്നു അമ്മേ. നിങ്ങൾ മലയാളീസ് ആണോ? അയ്യോ വേണ്ട മലയാളം സംസാരിക്കുന്നത്. ഏത് നാട്ടിൽ ചെന്നാലും ഇപ്പൊ എല്ലാവർക്കും മലയാളം അറിയാലോ. എങ്ങനെ നിനക്ക് മലയാളം അറിയാം? എന്റെ ഒരു ജോലിക്കാരൻ മലയാളിയാ. പുള്ളി പഠിപ്പിച്ചതാ മലയാളം. 10-18 വർഷമായിട്ട് എന്റെ PA ആയിട്ട് വർക്ക് ചെയ്യുക ആള്. അയാള് മലയാളിയാ. അപ്പൊ അയാള് പഠിപ്പിച്ച മലയാളം. ആ സ്വാമിതി. അയ്യോ അങ്ങളെ ഞങ്ങളോട് അറബി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറബി ഒട്ടും അറിയത്തില്ല. നിങ്ങൾ നല്ല മനുഷ്യനാ. ഞങ്ങൾ കൈ കാണിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ നിർത്തിയല്ലോ. നിങ്ങൾ അത് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നിന്നത്. അതുകൊണ്ടാ അവിടെ ഫ്രിഗോ ക്യാമറയുടെ ഏരിയ അത്. അയ്യോ ഫ്രിഗോ ക്യാമറയുള്ള ഏരിയ തന്നെ അത്. ഞങ്ങളാണെങ്കിൽ അവിടെ കൊണ്ടുവന്നോ ഫ്രിഗോ ക്യാമറ? ഞങ്ങൾ ഫ്രിഗോ ക്യാമറയുടെ കയ്യിലായിരുന്നു. ഞങ്ങൾ ഫ്രിഗോ ക്യാമറയുടെ കയ്യിൽ അകപ്പെട്ട് ഞങ്ങൾ ആകപ്പാട് പെടാപ്പെട്ടിരിക്കുവായിരുന്നു. ഫ്രിഗോ ക്യാമറയുടെ കയ്യിൽ പെട്ടോ നിങ്ങള്? അങ്ങളെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഫ്രിഗോ ക്യാമറ വന്നു. എന്നിട്ട് ഞങ്ങൾ അവരോട് ഈ മരുഭൂമിയിലോട്ട് നേരിട്ട് കൊണ്ടുവന്നതാ. ഫ്രിഗോ ക്യാമറ പിടിച്ചോണ്ട് വന്നതാ. അങ്ങനെ ഫ്രിഗോ ക്യാമറ ഞങ്ങളെല്ലാവരും ഇവിടെ കൊണ്ടുവന്നിട്ടാണെങ്കിൽ വക വരുത്താനുള്ള പ്ലാനിങ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും മുകളിൽ കെട്ടിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് ആ ഫ്രിഗോ ക്യാമറയുടെ എഞ്ചിൻ എന്തോ തകരാറ് പറ്റി. അങ്ങനെ എല്ലാവർക്കും സർവീസ് സെന്ററിലോട്ട് പോയപ്പോയിരുന്നു. ആ സമയം കൊണ്ട് ഞങ്ങൾ ഈ വണ്ടി കൈ കാണിച്ച് നിർത്തിയത്. ഇത് ഏത് രാജ്യം നിങ്ങൾക്ക് അറിയുമോ? ഇത് ഏത് രാജ്യം ഇത്? ഇത് സൗദി അറേബ്യ. സൗദി അറേബ്യ സൗദി അറേബ്യ. നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ എടുത്തു തരാം. നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ തന്നെ വിടാം. പക്ഷെ ഒരു കാര്യം, നിങ്ങൾക്കാണെങ്കിലേ വിസ ഉണ്ടോ? വിസ ആണെങ്കിൽ നാണയമ്മയ്ക്കില്ല. വേണ്ട കുട്ടുപോലും എടുത്തിട്ടില്ല വിസ. ബാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അമ്മണിക്കൊക്കെ ഉണ്ടല്ലോ. അമ്മണിക്കുണ്ട്, കിങ്ങണിക്കുണ്ട്, എനിക്കുണ്ട്. പക്ഷെ വിസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ? ഞങ്ങളുടെ കയ്യിലൊക്കെ വിസയും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങളൊന്നും വെറുതെ ആയിട്ടില്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ആ അത് ശരിയാണല്ലോ. അയ്യോ നിങ്ങൾ ആകെപ്പാടെ ആകപ്പെട്ടല്ലേ. ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു ധനികനാ. എനിക്ക് സ്വന്തമായിട്ടാണെങ്കിൽ വിമാനമൊക്കെ ഉണ്ട്. ഞാൻ എന്റെ സ്വന്തം വിമാനത്തിൽ നിങ്ങളെ നിങ്ങളുടെ നാട്ടിലേക്ക് അയക്കാം. ഞങ്ങൾ ഇത്ര നല്ലൊരു മനുഷ്യന് മുമ്പിൽ വന്ന് പെട്ടെന്ന് ഞങ്ങളുടെ ഭാഗ്യം. താങ്കളോട് എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. നന്ദിയൊന്നും വേണ്ട. ഒരാൾക്ക് അത്യാവശ്യം വരുമ്പോ സഹായിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ. വരാം.